പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധമായ ഈ രാത്രിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം, എൻ്റെ കുറ്റപ്പെടുത്തുന്ന വിധിവാചകങ്ങൾ എൻ്റെ കുടുംബത്തിലുള്ള ആരെയൊക്കെയോ തകർത്തിട്ടുണ്ടോ എന്ന്. ഞാനല്ല അച്ഛ, അപ്പനാണ് കുറ്റം ചെയ്തത്. ആ കുഞ്ഞിങ്ങനെ കൗൺസിലിങ്ങിന് വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം അതാണ്, ഞാനല്ല അച്ഛ, അപ്പനാണ് കുറ്റം ചെയ്തത്. കുറ്റം എന്താണെന്നോ വീട്ടിലുണ്ടായ പ്രശ്നം എന്താണെന്നോ ഒന്നും പറയണില്ല. പക്ഷേ അപ്പനത് സമ്മതിക്കാത്തത് കൊണ്ട് മനസ്സിൻ്റെ നില തെറ്റിപ്പോയൊരു കുഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞു വരണേ. നീ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? കുടുംബം ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് കുടുംബത്തിലിങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്ന ആ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു അസ്വസ്ഥതയാണ് നമ്മൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയത്. കണ്ണിൻ്റെ കാഴ്ച തെളിയാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണിത്. ശരിക്കും വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്, കർത്താവേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഞ്ജനം കൊണ്ടെൻ്റെ മെഴി എഴുതണമേ എന്ന്. വലിയ പ്രാർത്ഥനയാണ്. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരു കുറ്റവാളിയെ അവർ തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ഇവിടെ വഴിയിൽ നിന്ന് കരയുന്നുണ്ട്. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങെന്തിനാ കരയണത്? അദ്ദേഹം പറയും, ഞാനായിരുന്നു ആ കുറ്റവാളിയുടെ ഭാഗത്തെങ്കിൽ, ഞാനായിരുന്നു അവനെങ്കിൽ ഞാൻ ഇതിനേക്കാൾ വലിയ പാതകങ്ങൾ ചെയ്താനേ. ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ഒരാളെയും വിധിക്കാതിരിക്കാൻ സ്നേഹത്തിൻ്റെ അഞ്ജനം കൊണ്ടെൻ്റെ മിഴി എഴുതണമേ എന്നുള്ള പ്രാർത്ഥന ഒരുമിച്ച് കരം പിടിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കണം. ഈ രാത്രിയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരാളെയും കുറ്റം വിധിക്കാനില്ലാതെ ചേർത്ത് പിടിക്കാനും മാത്രമുള്ള ഒരിടത്തിൻ്റെ പേരാണ് വീടെന്ന് പറയണത്. നമ്മൾ ഒന്നാമത്തെ വായനയിൽ വായിക്കും, അബ്രഹത്തോട് ദൈവം പറയും, നീ നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോരുക. ശരിക്കും അതൊക്കെ വിട്ടിട്ട് വന്നേക്കല്ലേ. ഭാര്യയെ നോക്ക്, ഭർത്താവിനെ നോക്ക്, മക്കളെ നോക്ക്, ഇവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടുള്ള എല്ലാ ദേശങ്ങളെയും വിട്ട് വന്ന് ഒരുമിച്ച് പാർക്കാൻ തുടങ്ങിയിട്ട് പിന്നെ എന്തിനാണ് പരസ്പരം കലഹങ്ങൾ, പരസ്പരം കുറ്റം വിധിക്കലുകൾ, പരസ്പരം ഇങ്ങനെ പഴിചാരലുകൾ? അബ്രഹത്തോടൊപ്പം ലോത്ത് എന്ന് പറയുന്ന സഹോദരനും കൂടെ പോന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ദൈവം അവന് കൊടുത്ത ആ ഒരു ദേശത്തെ പ്രതി നന്ദി അർപ്പിച്ചുകൊണ്ട് അവൻ അവിടെ ബലിയർപ്പിച്ചു എന്നാണ് പറയണേ. ഒരുമിച്ചിരുന്നുള്ള ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഒരുമിച്ച് കരം ചേർത്ത് പിടിച്ച് ഇരുന്നുള്ള ഈ ഒരു ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള ഒരു ഇത്തിരി നേരം ഉണ്ടല്ലോ, ഇങ്ങനെ കൂട്ടു തന്നവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സമയം ചിലവഴിക്കേണ്ട നേരമാണ്. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കർത്താവെ, അപ്പനെ തന്നതിന്, അമ്മയെ തന്നതിന്, ഇതുപോലെ മക്കളെ തന്നതിന്, മാതാപിതാക്കളെ തന്നതിന്, സഹോദരങ്ങളെ തന്നതിന്, ആരുമില്ലാതെ ഈ ഭൂമിയിൽ അലയുന്ന ഒരുപാട് മനുഷ്യരെ മനസ്സിൽ അവരുടെ നൊമ്പരങ്ങൾ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ നന്ദി അർപ്പിക്കാൻ. കുറച്ചുകൂടെയൊക്കെ ആഴപ്പെട്ട് നന്ദി പറയാൻ പറ്റിയേക്കും നമുക്ക്. എന്തിനാ ഇങ്ങനെ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കണേ? കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഞ്ജനം കൊണ്ടെൻ്റെ മിഴി എഴുതണമേ. ഇനി അപ്പനെ കുറ്റം വിധിക്കാൻ എനിക്ക് ഒന്നും പറയാനില്ല. ഈ കുടുംബത്തിന് വേണ്ടി അയാൾ നടത്തുന്ന കഷ്ടപ്പാടുകൾ, ഓട്ടപ്പാച്ചിലുകൾ, അമ്മയെക്കുറിച്ച് എനിക്കൊരു വാക്കും എതിർത്ത് പറയാനില്ല. അമ്മയുടെ കരിപുരണ്ട മുഖം, ഇങ്ങനെ തീപ്പൊള്ളലേറ്റ കൈകൾ, മക്കളെക്കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല. ശരിക്കും ഇങ്ങനെ ഒരു മക്കള് ഇതുപോലുള്ളൊരു കുടുംബ സാഹചര്യത്തിൽ അവരെ മനസ്സിലാക്കാഞ്ഞിട്ട് പോലും അവരിങ്ങനെ കൂട്ടു നിൽക്കുന്നില്ലേ? രാത്രി ഇറങ്ങിപ്പോവാതിരിക്കുന്നില്ലേ? മാതാപിതാക്കളെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. എന്തൊക്കെ മാറ്റിവെച്ചാണ് അവർ ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കണേ. സഹോദരങ്ങളെക്കുറിച്ച് കർത്താവെ നന്ദി മാത്രമേ പറയാനുള്ളൂ. ഒരു വാക്കുകൊണ്ട് പോലും ഒരു വിധി പറയാതെ, പഴിചാരാതെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളെ ആശീർവദിക്കണേ എന്നുള്ള വലിയ അപേക്ഷയോടുകൂടെ കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഈ വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും നമ്മൾ വിധിക്കപ്പെടുന്നുവെങ്കിൽ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ കുറ്റം പറയാൻ തുടങ്ങുന്നുവെങ്കിൽ, പിന്നെ ഇവരൊക്കെ എവിടെ പോകാനാണെന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ കുറ്റങ്ങൾക്കും എല്ലാ കുറവുകൾക്കും ശേഷം നോടി വന്ന് സ്വസ്ഥമാകാനായിട്ടുള്ള ഇടമായി നമ്മുടെ കുടുംബങ്ങൾ സ്നേഹം കൊണ്ട് നിറയട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കിടക്കാനായി പോകാം. വലിയ സ്നേഹത്തോടുകൂടെ ഉണർന്നെഴുന്നേൽക്കാം. വീണ്ടും ഇവരുടെ കരം പിടിച്ച് ഒരു ജീവിതം ആരംഭിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.